പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. ഈ വർഷത്തെ നോമ്പ് പൂർത്തീകരിക്കുവാൻ ഇനി ഒരാഴ്ച മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുരുന്നോലകൾ ഏന്തിക്കൊണ്ട് ഓശാന എന്ന് പാടിക്കൊണ്ട് ആബാലവൃദ്ധം ജനങ്ങൾ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, യെരുശലേമിലേക്ക് സ്വീകരിക്കുന്ന ആ മഹത്തായ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പെരുന്നാൾ ഓശാന ഈ വർഷം ആചരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ ഉള്ള ഈ ആഴ്ച മുഴുവനും പീഠാനുഭവവാരം എന്നാണ് നാം വിളിക്കുന്നത്. വിശുദ്ധവാരം എന്നും അതിന് പേര് കൊടുത്തിരിക്കുന്നു. ഇന്ന് വൈകുന്നേരമാകുമ്പോൾ ദേവാലയത്തിൻ്റെ മറ മാറ്റുന്നില്ല. അത് പൂർണ്ണമായും മദ്ബഹയെ മറച്ചിട്ടിരിക്കുന്നു. ദേവാലയത്തിൻ്റെ മധ്യേയുള്ള ക്രൂശ് എടുത്തുകൊണ്ട് ഗോകുൽഥായിൽ, അത് നമസ്കാരമേശയുടെ കിഴക്കുവശത്തായി മദ്ബഹായുടെ മറയുടെ ഇഞ്ഞപ്പുറത്തായി, അങ്ങനെ മദ്ബഹ കാണാതെ ക്രൂശിനെ മാത്രം കണ്ടുകൊണ്ട് നിൽക്കത്തക്ക വിധത്തിൽ അത് നാട്ടുന്നു. ഈ ക്രൂശിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ മുഴുവനും. ക്രൂശിനെയാണ് നാം നോക്കുന്നത്. കുരിശ് ഗോകുൽഥായുടെ നടുവിൽ നാട്ടി ഇരുവശവും തിരികൾ തെളിയിച്ചു വെച്ച് അതിന് മുൻപാകെ ദേവാലയത്തിൽ കടന്നു വരുന്ന എല്ലാ ജനങ്ങളും സാഷ്ടാംഗം പ്രണമിച്ച് നമസ്കരിച്ച് ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ധൂപാർപ്പണം നടത്തുന്നതും ഈ ക്രൂശിങ്കലാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് 35-ാം സങ്കീർത്തനത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നത് ഇവിടെ അന്വർത്ഥമാകുന്നു. ദ സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ക്രൂശിൽ കേന്ദ്രീകൃതമാണ് ആരാധന. ക്രൂശിൽ കേന്ദ്രീകൃതമാണ് നമ്മളുടെ നോട്ടം, നമ്മളുടെ ദൃഷ്ടി. ആ നോട്ടം നമ്മളുടെ ഹൃദയത്തിലാണ്. ആന്തരികമായി നമ്മളുടെ ഹൃദയത്തിൻ്റെ നെറുകയിൽ മധ്യത്തിലായി ക്രൂശ് നാട്ടപ്പെടുകയാണ്. നാം എന്താണോ കാണുന്നത് അത് നമ്മളുടെ ഹൃദയത്തിൽ നിറയുന്നു. ക്രൂശ് നമ്മുടെ ഹൃദയത്തിൽ നിറയുകയായി. ക്രൂശിനെ കേന്ദ്രീകരിച്ചാണ് നമ്മളുടെ ജീവിതം ആയിരിക്കണം നമ്മളുടെ ജീവിതമെന്ന് സഭ നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കുന്നു. The centrality of the cross means the centrality of Christ. എല്ലാ ഗാനങ്ങളും അപേക്ഷകളും യേശു ക്രിസ്തുവിനോടാണ്. യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചാണ് ആരാധന ഈ ഹോളി വീക്കിൽ, ഈ വിശുദ്ധവാരത്തിൽ, പീഠാനുഭവ വാരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളുടെ വീണ്ടെടുപ്പിനായി സ്വർലോകം വിട്ട് ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു ക്രൂശിൽ നാട്ടപ്പെടുകയാണ്. ക്രൂശിൽ സ്വയം ബലിയായി ഹോമിക്കപ്പെടുകയാണ്. എന്താണ് ആ ക്രൂശിൻ്റെ അർത്ഥം? ജീവിതം പരിത്യാഗത്തിൽ കുതിർന്ന സ്നേഹം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും സേവന ചെയ്യുവാനുമായി സ്വയം സമർപ്പിക്കുക എന്നാണ് ക്രൂശ് നമ്മളെ എപ്പോഴും പഠിപ്പിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് മനഃപ്പാഠമാണല്ലോ. എനിക്കോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
ഇങ്ങനെ ക്രൂശിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് മുഖാന്തരമായി യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം, ക്രൂശിൻ്റെ പ്രമാണം ജീവിത പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതയാത്ര, അതാണ് വീണ്ടെടുപ്പിൻ്റെ യാത്ര എന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഉയർപ്പ് നാൾ ഈ ക്രൂശ് ഉയർത്തപ്പെടുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു, കബറടക്കപ്പെട്ടു, പുനരുദ്ധാനം ചെയ്തു. പുനരുദ്ധാനത്തിൻ്റെ വെളിച്ചം, പുനരുദ്ധാനത്തിൻ്റെ മരണത്തെ ജയിച്ചുള്ള ഉയർപ്പ് എന്ന പ്രമാണം എന്ന ചരിത്ര യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയാണ് അടുത്ത ഞായറാഴ്ചത്തെ ഉയർപ്പ് പെരുന്നാളിലൂടെ. ഈ ആഴ്ച മുഴുവനും ഇങ്ങനെ നമ്മൾ ക്രൂശിനെ നോക്കിക്കൊണ്ട്, ക്രൂശിൻ്റെ പ്രമാണം ജീവിത പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ നമ്മൾ സാഷ്ടാംഗം പ്രണമിച്ച് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്രൂശിനെ നോക്കി യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ ജീവിക്കാം എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കുകയാണ്. ഈ വിശുദ്ധവാരം അനുഗ്രഹീതമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഏവരെയും സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ, നമുക്ക് ക്രൂശിങ്കിലേക്ക് നോക്കാം. കർത്താവിനെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവനെ കണ്ടുകൊണ്ട് അവനായി നമ്മളുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കാം. ദൈവകൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.